കോഴിക്കോട് ഐസിയു പീഡന കേസിൽ ഡോക്ടർ കെ.വി. പ്രീതിക്കെതിരെയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരമേഖല ഐ.ജി. കെ. സേതുരാമനാണ് ഉത്തരവിട്ടത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KM ഉണ്ട്. റിയാസ്, പുനരന്വേഷണത്തിന് ഉത്തരവിറങ്ങിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഉത്തരമേഖല ഐ.ജി. കെ. സേതുരാമനാണ് ഇത് സംബന്ധിച്ച പുനരന്വേഷണത്തിന് ഉത്തരവിറക്കിയിരിക്കുന്നത്. അല്പം മുൻപാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇന്നലെ ഇത് സംബന്ധിച്ച ഉത്തരവിനായി അതിജീവിത ഉത്തരമേഖല ഐ.ജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർ തന്റെ പരാതി അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. അതിനു മുന്നോടിയായി തന്നെ ഇവർക്ക് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി ഡോക്ടർ കെ.വി. പ്രീതിക്കെതിരെ ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാനായി ഇവർ 2 ഘട്ടങ്ങളിലായി 12 ദിവസത്തോളം സമരം രംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിലായിരുന്നു അവർ സമരം നടത്തിയിരുന്നത്. തുടർന്നാണ് പിന്നീട് ഇവർ ഉത്തരമേഖല ഐ.ജിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയിൽ ഉത്തരമേഖല ഐ.ജി അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് ഇവരുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കെ.വി. പ്രീതി പ്രീതിക്കെതിരെ അതിജീവിതയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമല്ലെന്ന് കാണുകയും അത് പിന്നീട് അതായത് അവർ ഐ.ജി അറിയിക്കുകയും ചെയ്തു. അത് സംബന്ധിച്ച് അതിജീവിതയുടെ ആശങ്ക കണക്കിലെടുത്താണ് ഇപ്പോൾ ഉത്തരമേഖല ഐ.ജി. കെ. സേതുരാമൻ ഇത് സംബന്ധിച്ച പുനരന്വേഷണത്തിന് ഉത്തരവിറക്കിയിരിക്കുന്നത്. കോഴിക്കോട് നാർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള TP ജേക്കബിന്റെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിക്കുക. ശരി റിയാസ്, ഐസിയു പീഡന കേസിൽ ഡോക്ടർ കെ.വി. പ്രീതിക്കെതിരെയാണ് പുനരന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരമേഖല ഐ.ജി. കെ. സേതുരാമനാണ് ഉത്തരവിട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KM.